ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ 3 kg വരുന്ന കേക്ക് എങ്ങനെ ഇതുപോലെ പരത്തിയിട്ട് വലുതാക്കി 5 kg ബേസിൽ എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാമറയും ഫിയോണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ. റോസ്മാൻ എന്നുള്ള ബ്രാൻഡിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. അടിപൊളി സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ. കേക്കിൻ്റെ ബാറ്ററൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റാക്കി എടുക്കാൻ നന്നായിട്ട് തന്നെ പെട്ടെന്ന് ബീറ്റായി കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഇനൽസിയാണ്. അതിനേക്കാളും പെട്ടെന്ന് ബീറ്റ് ആവുന്നത് ഇതിലാണ് കേട്ടോ. പിന്നെ ഇതിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് 2-3 മിനിറ്റ് നമുക്ക് തന്നെ ബീറ്റായി കിട്ടും. അതുകൊണ്ട് ഹൈ സ്പീഡിലാണെങ്കിൽ കേട്ടോ, ലോ സ്പീഡിലാണെങ്കിൽ ഒരു 3-4-5 മിനിറ്റ് വേണം. പക്ഷേ നമ്മൾ ഇത് ബീറ്റാക്കാൻ വെക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ ഇതിൽ വേണം. അല്ലെങ്കിൽ ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീം ഈ ഓവർ ബീറ്റ് ആയാലും ഇങ്ങനെ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് ക്രീം കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് 2 kg പിന്നെ കേക്കും പിന്നെ 1.5 ചെയ്യണ ഒരു ഇതിലായിട്ട് 1 kg ബാറ്റർ ഒഴിച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. 10 ഇഞ്ചിൻ്റെയും 9 ഇഞ്ചിൻ്റെയും കേക്ക് ടീനിൽ ബേക്ക് ചെയ്തെടുത്ത് അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ചെയ്തത്. അപ്പം ഫില്ലിംഗ് ആയിട്ട് ചെറീസും പിന്നെ ചോക്ലേറ്റും മിൽക്ക് മേഡൊക്കെയാണ് പിന്നെ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് കേട്ടോ. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പിന്നെ 24x14 ഇഞ്ചിൻ്റെ ബേസിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ 2 കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് അതിനെ 2 ലെയറാക്കി വെച്ച് കൊടുത്തിട്ട് അധികമുള്ള ഭാഗം സൈഡ് ഭാഗത്തേക്കൊക്കെ പിന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഈ കേക്കിൻ്റെ സൈഡ് ഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തത്. പിന്നെ ഇതിൽ ഫോട്ടോ പ്രിന്റ് വെച്ച് കൊടുത്തിന്. അതിൻ്റെ ഫോട്ടോ പ്രിന്റിൻ്റെ അടിയിൽ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിന്. കാരണം കേക്കിൽ തട്ടുമ്പോൾ അത് നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോൺ എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിന്റാണ് വെച്ച് കൊടുത്തത്. കുറഞ്ഞ kgയിൽ ഇതുപോലൊക്കെ പരത്തി ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.